25ാം വർഷത്തിലേക്ക് കടന്ന കൈരളി കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ശശികുമാറും ഉയർത്തിയ വാദങ്ങൾ ശ്രദ്ധേയമായി. ഇന്നത്തെ മാധ്യമങ്ങൾ കുത്തകകളുടെ പിടിയിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോടികൾ വിതച്ച് കോടികൾ കൊയ്യുന്നവരുടെ കയ്യിലാണ് ഇന്നത്തെ പ്രാദേശിക മാധ്യമങ്ങൾ പോലും. അവർ മാധ്യമ ഉള്ളടക്കത്തെയും ജനമനസ്സുകളെയും മലീമസമാക്കുന്നു. ഇവിടെ വേണ്ടത് പുതിയ മാധ്യമ സാക്ഷരതാ യജ്ഞമാണ്. ഇടതുപക്ഷവും പുരോഗമന പ്രസ്ഥാനങ്ങളുമാണ് ഇവരുടെ ആക്രമണത്തിന് വിധേയരാകുന്നത്. അതിര് കടന്ന വിമർശനം, ഭീകരതയെയും വർഗീയതയെയും വാഴ്ത്തിപ്പാടൽ, ഇതാണ് ഇവർ ചെയ്യുന്നത്. ഇവരുടെ നിഷ്പക്ഷത കാപഢ്യമാണ്. സത്യവും അസത്യവും ഏറ്റുമുട്ടുമ്പോൾ നിഷ്പക്ഷത പാലിക്കുന്നവർ അസത്യത്തെ സഹായിക്കുന്നവരാണ്. റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ എന്തും ചെയ്യാം എന്നാണ് ചിലർക്ക്. അവർ സ്വയം വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു. റേറ്റിംഗ് കൂട്ടാൻ വിശ്വാസ്യത ബലി കഴിക്കുന്നവരെ മുഖ്യമന്ത്രി വിമർശിച്ചു. ന്യൂസിന് പകരം വ്യൂസ് ന്യൂസായി അവതരിപ്പിക്കുന്നു. ഹോംവർക്കില്ലാതെ വാർത്താവതരണം നടത്തുന്നു. സാമ്പത്തിക ലാഭം മോഹിച്ച് വസ്തുതകൾ വളച്ചൊടിക്കുന്നു. വ്യക്തികൾക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നു. രീതിശാസ്ത്രമില്ലാതെ സർവേ നടത്തുന്നു. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിമർശനങ്ങൾ. റേറ്റിംഗിലെ കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് യോജിച്ച ചെന്നിത്തല പക്ഷേ കേരളത്തിൽ പെയ്ഡ് ന്യൂസ് ഇല്ല എന്ന നിലപാടാണ് എടുത്തത്. റേറ്റിംഗിനായി വിശ്വാസ്യത ബലി കഴിക്കുന്നത് ആരാണ്?